പക്ഷെ നിനക്കറിയാലോ എനിക്ക് പൈസ എത്രമാത്രം ആവശ്യമുണ്ടെന്ന്. അതിനുവേണ്ടി എന്ത് വേണേലും ഞാൻ ചെയ്യും. അത് ശരി. അപ്പൊ എനിക്ക് വേണ്ടിയോ? നിനക്ക് വേണ്ടി ഞാൻ ജീവൻ പോലും തരാൻ തയ്യാറാ. പിന്നെ നീ പറയുകയാണെങ്കിൽ ഞാൻ ജീവൻ എടുക്കാനും തയ്യാറാ. അത് ശരി. നമസ്കാരം, ഞാനാണ് കഞ്ചൻ അവസ്ഥി. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, പുതിയൊരു കഥയോടൊപ്പം. റോഷൻ, നീയോ? നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പൊ പിന്നെ മാഡം കഥ അടച്ചിട്ട് വേണം ഇരിക്കാൻ. അതെയോ? എനിക്ക് പകരം വേറൊരാൾ കയറി വന്നിട്ട് നിന്നെ ഇങ്ങനെ എടുത്തോണ്ട് പോയിരുന്നെങ്കിലോ? ഓ, അത് ശരി. അപ്പോ എന്നെ എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ട് മറ്റൊരാളെയും പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ നീ? നീയേ എന്റെ കൂടെയുള്ള ടെസ്റ്റ് മാച്ചുകളിൽ നിർത്ത്. അല്ലെങ്കിൽ തന്നെ ഡിസിഷൻ നിന്റെ തേർഡ് അമ്പയർ ചേട്ടനല്ലേ, അയാള് കാരണമാ പെൻഡിങ്. നീ പുള്ളിയായിട്ട് സംസാരിച്ചോ? സംസാരിച്ചില്ല. ഏട്ടനും ഏട്ടത്തെയും കൂടി ഈ വെക്കേഷന് പുറത്തു പോയിരിക്കുക. അവര് തിരിച്ചു വന്ന ഉടനെ ഞാൻ സംസാരിക്കും. പക്ഷേ എന്ത് പക്ഷേ? എനിക്ക് സ്ത്രീധനത്തെക്കുറിച്ച് അവരോട് സംസാരിക്കാൻ പറ്റില്ല. നിനക്കറിയാലോ എനിക്ക് പൈസയുടെ എന്തുമാത്രം ആവശ്യമുണ്ടെന്ന്. പിന്നെ നിന്റെ ചേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. നിന്റെ ഭാഗത്തുള്ള സ്ഥലം വിൽക്കുമ്പോൾ നിന്റെ ചേട്ടൻ്റെ പൈസ ഉണ്ടാവുമല്ലോ. അത് നിനക്കുള്ളതല്ലേ, ഞാൻ അതല്ലേ ചോദിക്കുന്നുള്ളൂ. അത് സ്ത്രീധനമൊന്നും അല്ലല്ലോ. പക്ഷെ നിനക്കറിയോ റോഷൻ, ഞങ്ങളുടെ അവിടൊക്കെ ചെറുക്കന്റെ സൈഡിൽ നിന്ന് എന്ത് ഡിമാൻഡ് വെച്ചാലും അതിന് സ്ത്രീധനം എന്നേ പറയാറുള്ളൂ. ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നീ എന്നെ സ്നേഹിക്കില്ലായിരുന്നു? അപ്പൊ എന്നോട് സ്നേഹമില്ലെന്ന് പറ. എനിക്ക് സ്നേഹമുണ്ട്. അപ്പൊ പിന്നെ പുള്ളിയെ പറഞ്ഞു മനസ്സിലാക്ക്. സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ വഴി നോക്കാം. പക്ഷെ നിനക്ക് അറിയാലോ എനിക്ക് പൈസ എത്രമാത്രം ആവശ്യമുണ്ടെന്ന്. അതിനുവേണ്ടി എന്ത് വേണേലും ഞാൻ ചെയ്യും. അത് ശരി. അപ്പൊ എനിക്ക് വേണ്ടിയോ? നിനക്ക് വേണ്ടി ഞാൻ ജീവൻ പോലും തരാൻ തയ്യാറാ. പിന്നെ നീ പറയുകയാണെങ്കിൽ ഞാൻ ജീവൻ എടുക്കാനും തയ്യാറാ. അത് ശരി. ഹലോ, പൈസ എടുത്തോ നീ? ആ, മുഴുവൻ പൈസ എടുത്തിട്ടുണ്ട്. നീ അയച്ച ലൊക്കേഷനില്ലേ, ഞാൻ അവിടെ വന്ന് നിപ്പുണ്ട്. അവിടെ തന്നെ താഴെ ബാഗ് വെച്ചിട്ട് നീ മിണ്ടാതെ അവിടുന്ന് പൊക്കോ. പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ നൈതിക്കും രുചിയും നൈതിക്കിന്റെ സഹോദരി ശ്വേതയോടൊപ്പം നഗരത്തിലേക്ക് കുറച്ചു മാസങ്ങൾ മുമ്പേ വന്നിരുന്നു. ശ്വേതയുടെ ബോയ്ഫ്രണ്ട് റോഷനും അതേ സിറ്റിയിൽ വന്ന് താമസിച്ചിരുന്നു. ശ്വേത രോഹനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, റോഷൻ പൈസയ്ക്ക് വേണ്ടിയായിരുന്നു ശ്വേതയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്ന കാര്യം ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ ജീവിതം കുറേശ്ശെയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഷൻ ശ്വേതയിലൂടെ പ്രതീക്ഷിച്ചത് അവളുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനമാണ്. ശ്വേതയുടെ കുടുംബത്തിൽ നൈതിക്കും ചേട്ടത്തിയുമല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ശ്വേത ഒരു ദിവസം തന്റെ ബന്ധത്തെക്കുറിച്ച് ചേട്ടനോട് പറയുവാൻ തന്നെ തീരുമാനിച്ചു. അതിനുശേഷം പിന്നെ വെറുതെ കള്ളം പറയണ്ട, ഞങ്ങൾക്കറിയാം. നീയൊന്നും പറയണ്ട. ആഹാ, കല്യാണത്തിന് മുമ്പേ നമ്മുടെ ശ്വേതമോളുടെ നാണം കണ്ടില്ലേ? ഒന്ന് പോയെടുത്തേ അവിടുന്ന്. നന്നായി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടത്. ശ്വേത നിങ്ങളെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതെ ചേട്ടാ, ചേട്ടന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്കും ശ്വേതയ്ക്കും ഒരു പുതിയ ലൈഫ് തുടങ്ങാലോ. ആങ്ങളയുടെ അനുഗ്രഹം എപ്പോഴും പെങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ കാശ് ചോദിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എൻ്റെ അനിയത്തിയെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുപരി കാശും കൊടുത്ത എൻ്റെ അനിയത്തിയെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരുപക്ഷെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് അവളുടെ പേരിൽ തിരിച്ചും കാശ് ചോദിച്ചാ? ചേട്ടൻ എന്തിനാ അങ്ങനെ പറയുന്നേ? അല്ല, ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യണം? ഇപ്പോഴും നിങ്ങൾ അതല്ലേ ചെയ്യുന്നേ?
പിന്നീട് ഇങ്ങനെ ചെയ്യില്ലെന്ന് എന്ത് ഗ്യാരണ്ടി എനിക്കുള്ള? ചേട്ടാ, റോഷൻ അങ്ങനെയുള്ള ഒരാളല്ല. നീ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ? ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കല്ലേ? ദേ നോക്ക് റോഷൻ, നിങ്ങൾക്ക് ശ്വേതയെ കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചോ, പക്ഷെ അതിന് കാശ് തരാൻ പറ്റില്ല. എന്നാ പിന്നെ നേരിട്ട് പറ ചേട്ടാ, ശ്വേതയുടെ ഭാഗവും ചേട്ടന്റെ കയ്യിലാക്കണമെന്ന്. റോഷൻ, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. ഗെറ്റ് ഔട്ട്. ഞാനും ഇവിടെ ഇതൊന്നും കേൾക്കാനല്ല വന്നേ. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ശ്വേതയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് അവൾ തെറ്റിദ്ധരിക്കില്ലേ? നമ്മൾ ഇങ്ങനെ ആലോചിക്കേണ്ട സമയമല്ല ഇത്. ശ്വേതയെ നമ്മൾ കാശിന് വേണ്ടി ചാടുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് അയക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ശ്വേതയെ ആര് പറഞ്ഞു മനസ്സിലാക്കും? അവള് റോഷനെ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. നിനക്ക് ശ്വേതയെ പറ്റി അറിയില്ലേ? അവളുടെ കുട്ടിത്വം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ ആ കുട്ടിത്വത്തിന് നമ്മളും പോയി നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ വെറുതെ ടെൻഷൻ ആവല്ലേ, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. നേത്തിക്കും രുചിയും ശ്വേതയുടെ നന്മയ്ക്ക് വേണ്ടി കാശു മാത്രം മോഹിച്ചു വന്ന റോഷനെ പോലുള്ള ഒരാളുമായുള്ള വിവാഹത്തിനെതിരായിരുന്നു. അവര് പറഞ്ഞതിലും തെറ്റില്ല. ഏതൊരു വ്യക്തി പൈസയ്ക്ക് ബന്ധങ്ങളെക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്നുവോ ആ വ്യക്തി കല്യാണത്തിനു ശേഷം പുതിയ ഡിമാൻഡുകൾ വെക്കില്ലെന്ന് എന്താണ് ഗ്യാരണ്ടി? പക്ഷേ റോഷൻ ശ്വേതയുടെ മനസ്സിൽ ചേട്ടനും ചേട്ടത്തിക്കുമെതിരെ വിഷം നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഈ വിഷം ഏത് രൂപത്തിലായിരിക്കും? അതുമല്ല, റോഷൻ തന്റെ പൈസയുടെ ആവശ്യം നിറവേറ്റിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും? ഇത് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ശ്വേതയും റോഷനും തമ്മിൽ ആ ദിവസത്തിനു ശേഷം ചെറിയൊരു അകൽച്ചയുണ്ടായിരുന്നു. എന്നിട്ടും ഒട്ടും പ്രതീക്ഷിക്കാതൊരു ദിവസം സാറേ, ഹസ്ബൻഡും വൈഫുവാ. സൂയിസൈഡ് കേസ് സാറേ. എന്തെങ്കിലും സൂയിസൈഡ് നോട്ട് കിട്ടിയോ? അത് കിട്ടിയില്ല. പിന്നെ എങ്ങനെ പറയും സൂയിസൈഡാന്ന്? സാറേ, ദേ അവിടെ പോയിസന്റെ ബോട്ടിൽ. അത് ഫോറൻസിക്കിലേക്ക് അയച്ചേക്ക്. പ്രിയ മാഡം, 2 ബോഡിയും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. വാ. സാറേ, ഇത് ശ്വേതാജിയാണ്, മരിച്ചാളുടെ പെങ്ങളാ. മിസ് ശ്വേത, നിങ്ങളുടെ ഏട്ടനോ ഏട്ടത്തിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ? അതല്ലാതെ സൂയിസൈഡ് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? ഇല്ല സർ, അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസേ ആയുള്ളൂ. എനിക്കറിയില്ല അവരെന്തിനാ എത്ര പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തെന്ന്. ആർക്കെങ്കിലും അവരോട് എന്തെങ്കിലും വിരോധം ഉള്ളതായി നിങ്ങൾക്ക് അറിയാമോ? ഇല്ല സർ, ഞങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാ, പുതിയതായിട്ട് വന്നതാ ഇങ്ങോട്ട്. ഇവിടെ ആരും ഞങ്ങൾക്ക് അറിയില്ല. ചേട്ടനൊരു കൂട്ടുകാരൻ മാത്രമുണ്ട് ഇവിടെ. പുള്ളിയെക്കുറിച്ചും ചേട്ടൻ വലുതായിട്ടൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം ഒന്ന് സമാധാനപ്പെടുക. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എന്താണ് സംഭവം എന്നുള്ളത് പറയാം. ശ്വേത, വിഷമിക്കണ്ട കേട്ടോ. നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു, ഒരു ഫോൺ പോലും നീ എടുത്തില്ല. ഞാനൊരു ജോലിയായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു, പിന്നീടാ അറിഞ്ഞ്. പക്ഷെ ചേട്ടനും ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്യാനെന്താ കാരണം? അവര് നിന്നെ കുറിച്ച് ഒട്ടും ചിന്തിച്ചു പോലുമില്ല അല്ലേ? അവരില്ലാതെ നീ എങ്ങനെ ജീവിക്കും? ഞാനും സൂയിസൈഡ് ചെയ്യണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ചേട്ടന്റെയും ചേട്ടത്തിന്റെ അടുത്തേക്ക് ഞാനും പോണോ? നിനക്കെന്താ വട്ടുണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി മേലെ പറയരുത്. ഇപ്പൊ ഞാൻ വന്നില്ലേ? പക്ഷെ ഇത്രയും ദിവസം നീ ഇല്ലായിരുന്നല്ലോ. ഞാൻ വിചാരിച്ചു നീയും എന്നെ വിട്ടു പോയിന്ന്.
ദേ ഇപ്പൊ ഞാൻ എത്തിയില്ലേ, ഇനി ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അല്ല, രോഹൻ ഇങ്ങനെയൊരു ദുഃഖകരമായ അവസ്ഥയിൽ ശ്വേതയെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടാ പോയത്? ഒരു ഭാഗത്ത് നൈതികിന്റെയും രുചിയുടെയും ആത്മഹത്യ, മറുഭാഗത്ത് ആ സമയത്ത് റോഷന്റെ തിരോധാനം. ഈ കാര്യങ്ങൾ ഞങ്ങളെ സംശയത്തിലേക്ക് തന്നെ കൊണ്ടുപോയി. സത്യത്തിൽ റോഷൻ തന്നെ ആയിരിക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക? നൈതികിന്റെയും രുചിയുടെയും ആത്മഹത്യയുടെ കാര്യത്തിൽ ഇത് ശരിക്കും ഒരു ആത്മഹത്യ തന്നെ ആയിരുന്നോ? അതോ അവരെ രണ്ടുപേരെയും ദാരുണമായി കൊലപ്പെടുത്തി അതൊരു ആത്മഹത്യയാക്കി മാറ്റിയതാണോ? അതുമല്ല, നോക്കുകയാണെങ്കിൽ രോഹന്റെ ഭാഗത്ത് അവരെ കൊല്ലാനുള്ള കാരണവുമുണ്ട്. ഒരു കാരണം അവന് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടായിരുന്നു. മാത്രമല്ല, നൈതിക് മുമ്പോട്ടുള്ള വഴിയിൽ അവന്റെ തടസ്സവുമായിരുന്നു. നൈതിക്കും രുചിയും മരിക്കുകയാണെങ്കിൽ മുഴുവൻ സമ്പത്തും ശ്വേതയിൽ എത്തിച്ചേരും. ഇൻഡയറക്ട്ലി റോഷനും കിട്ടും. രണ്ടാമത്തെ കാരണം, അന്ന് നൈതിക് റോഷനെ ഇൻസൾട്ട് ചെയ്തത്. വരൂ, കഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. സാറേ, ഇത് നൈതികിന്റെയും രുചിയുടെയും PM റിപ്പോർട്ടാ. എന്തുപറ്റി റിപ്പോർട്ട് വരാൻ ലേറ്റ് ആയല്ലോ? സാറേ, ഈ റിപ്പോർട്ട് റീചെക്കിങ്ങിന് വേണ്ടി പോയതാ. നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് മർഡർ ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ സൂയിസൈഡായി മാറി. ഇല്ല, എൻ്റെ അസിസ്റ്റന്റ് തെറ്റ് ചെയ്യാൻ സാധ്യതയല്ല. ഈ കേസിൽ എന്തോ ഒരു കുരുക്കുണ്ട്. നമുക്ക് സൂയിസൈഡാണെന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ ആ സൂയിസൈഡും ഫോഴ്സ്ഫുള്ളി ആയിരിക്കും ചെയ്തിട്ടുള്ളത്. കോൾ ഡീറ്റെയിൽസ് എടുത്തോ? അതെ സാറേ, ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്പർ അദ്ദേഹം ഈ അടുത്ത് ചേഞ്ച് ചെയ്തതാ. പിന്നെ കഴിഞ്ഞ 2 മാസത്തിൽ 2-3 നമ്പർ മാറിയിട്ടുണ്ട്. പിന്നെ പഴയ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും തെളിവുകൾ? സർ, നൈതികിന്റെ നാട്ടിലേക്ക് ഞാനൊരു ടീമിനെ അയച്ചു. അവിടുന്ന് മനസ്സിലാക്കി നൈതിക് അയാളുടെ സ്ഥലം വിൽക്കാൻ പോകുമായിരുന്നെന്ന്. ഇവിടെ ഇയാൾ റോഷനോടൊപ്പം ഇയാളുടെ അനിയത്തെ കല്യാണം കഴിപ്പിക്കാൻ പോകുമായിരുന്നു. പക്ഷേ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി. റോഷൻ, ആ റോഷനെ പോക്ക്. എന്നാ ഈ കേസിന് ഒരു വെളിച്ചം കിട്ടുന്ന അതൊന്ന്. ഓക്കെ സർ. സാറേ, ഇതാ റോഷൻ. എന്നാ പറയൂ റോഷൻ, നിങ്ങളുടെ കല്യാണത്തിന്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെ പോകുന്നു? സാർ, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്തേ? നിങ്ങൾ സ്ത്രീധനത്തിന് വേണ്ടി അത്രയും പ്രഷർ കൊടുത്തത് കാരണം ആ പെൺകുട്ടിയുടെ ചേട്ടനും ചേട്ടത്തെയും സൂയിസൈഡ് ചെയ്തത്. സാർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്റെ പുറത്ത് അടിച്ചേൽപ്പിക്കില്ലേ? അതെ, സാർ നിന്നെ ഒന്നും അടിച്ചേൽപ്പിക്കുകയല്ല. നിന്റെ അഗൻസ്റ്റ് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അത് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ സാറേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ കാര്യം? എന്താന്ന് പറ, അതിനനുസരിച്ച് ഞങ്ങൾ കേസ് നടത്താം. ഞങ്ങൾ സത്യം തേടുക, നീ ഒളിച്ചു വെക്കുന്ന സത്യം. സാറേ, ഞാനൊന്നും ചെയ്തില്ല, അതാണ് സത്യം. സാറേ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ സ്ത്രീധനത്തിന്റെ കാര്യത്തിന് ഡിമാൻഡ് ചെയ്തെന്നുള്ള സത്യമാണ്. പക്ഷെ അത് എന്റെയും ശ്വേതയുടെയും ഒരു നല്ല ഫ്യൂച്ചറിന് വേണ്ടിയാ സാറേ. സ്ത്രീധനം മേടിക്കുന്നതും കൊടുക്കുന്നതും നിയമവിരുദ്ധമാ, അറിയോ? എനിക്ക് തോന്നി അത് അവർക്കൊരു പ്രശ്നമായിരിക്കില്ലെന്ന്. കാരണം അത് അവരുടെ അനിയത്തിയുടെ ജീവിതത്തിന് വേണ്ടിയല്ലായിരുന്നോ? ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. സത്യം പറയുന്നവരെ അവനെ വെറുതെ വിടരുത്. യെസ് സർ. പോലീസ് റോഷനെ കസ്റ്റഡിയിലെടുത്ത് സ്ത്രീധനം ആവശ്യപ്പെട്ടതിനുള്ള കുറ്റം ചുമത്തി പെൺകുട്ടിയുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിനായുള്ള കേസെടുത്തു. അതിനുശേഷം അവനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ പോലീസിന് തെളിവൊന്നും കിട്ടിയില്ല. റോഷൻ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഈ കേസ് ശരിക്കും ഒരു സൂസൈഡിന്റേത് മാത്രമായിരുന്നോ? പോലീസ് ഇതൊരു കൊലപാതകമാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നോ? ചിലപ്പോ ഇത് മർഡർ ആയിരിക്കില്ല, സൂസൈഡ് ആയിരിക്കാം. എന്നാലും ഇതിനു പുറകിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കില്ലേ? ഒരു കാരണവുമില്ലാതെ ആരും ആത്മഹത്യ ചെയ്യില്ലല്ലോ. അതും സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. അതുമല്ല, ഈ റോഷനെ പോലെയുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കാശിനോടുള്ള ആർത്തി കാരണം വിവാഹം എന്ന പവിത്രമായ ബന്ധത്തെ പണപരമായ ഇടപാടിന്റെ ഒരു ചടങ്ങായി മാറ്റും. ഇപ്പോൾ ശ്വേത റോഷനെ പുറത്തിറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. മിസ് ശ്വേത, നിങ്ങൾ ഷുവർ ആണോ റോഷനെതിരെ യാതൊരു കേസും ഇല്ലെന്ന്? നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിപ്പോ പറഞ്ഞോളൂ. ഇല്ല സർ, എനിക്ക് റോഷനെതിരെ ഒരു കേസും ഫയൽ ചെയ്യാനില്ല. നിങ്ങൾ എന്തൊക്കെ കേസാണോ ചാർജ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എടുത്ത് മാറ്റണം. ഇപ്പൊ ഏട്ടനും ഏട്ടത്തിയും എന്റെ കൂടെ ഇല്ല. അറ്റ്ലീസ്റ്റ് ഞാൻ റോഷനെങ്കിലും കല്യാണം കഴിച്ച് എന്റെ ബാക്കി ജീവിതം ജീവിക്കട്ടെ. ഇനി എനിക്ക് അവനല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. നോക്കിയാൽ ഞങ്ങൾ നിങ്ങളുടെ ജോലിയാ ചെയ്യുന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? റോഷൻ, നിനക്കിപ്പോ പോവാം. അവൾക്ക് നിനക്കെതിരെ യാതൊരു കേസും ഇല്ലെന്നാ പറയുന്നത്. സാറേ, എനിക്ക് തോന്നുന്നു ഇവളും ഇവരുമായിട്ട് കൂടിയിരിക്കുകയാണ്.
കാരണം ചേട്ടനും നാത്തനും പോയി കഴിഞ്ഞാൽ പിന്നെ സ്വത്തല്ലേ ഇവക്കല്ലേ. ഇവള് റോഷനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ട ഇവള് റോഷനോടൊപ്പമാണെന്നാ തോന്നുന്നത്. ആ നൈതികിന്റെയും രുചിയുടെയും കോൾ ഡീറ്റെയിൽസ് ഒന്ന് തന്നെ. യെസ് സർ. നൈതികിന്റെയും രുചിയുടെയും കോൾ ഡീറ്റെയിൽസിന്റെ ഫയൽ സാറേ ദേ. ഒരു നമ്പർ 2 കോൾ ലിസ്റ്റിലും കോമണാ. ആ നമ്പറിൽ നിന്ന് ഫ്രീക്വന്റ് കോൾസും പോയിട്ടുണ്ട്. അത് മോഡ് ടൈമിങ്സിൽ. അതൊന്ന് അന്വേഷിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട് സർ, ഞാൻ നൈതികിന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്തു. നൈതിക് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? 20 ലക്ഷമോ? ശ്വേത പോലീസ് കസ്റ്റഡിയിലായിരുന്ന റോഷനെ പുറത്തിറക്കി കൊണ്ടുവന്നു. പക്ഷെ അവളീ ചെയ്തത് ശരിയാണോ? അവളുടെ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും സ്യൂസൈഡിന് പിന്നിൽ ചിലപ്പോ ഇവനാണെങ്കിലോ? അവൻ ശ്വേതയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്പത്തെല്ലാം സ്വന്തമാക്കിയതിനു ശേഷം അവളെയും മരണത്തിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. നൈതിക് തന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും 20 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് പോലീസിന് റോഷനോടുള്ള സംശയം വീണ്ടും വർദ്ധിച്ചു. ഇത്രയും വലിയൊരു തുക നൈതിക് എന്തിനാണ് വാങ്ങിയത്? റോഷൻ നൈതികിനെയും രുചിയെയും ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുമോ? അതോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും കാര്യം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? പോലീസ് കോൾ ഷീറ്റിൽ നിന്ന് കിട്ടിയ ആ നമ്പറിന്റെ ഉടമയെ പിടികൂടിയപ്പോൾ കള്ളികളെല്ലാം വെളിച്ചത്തായി. എന്നാ പറ, നൈതികും രുചിയും തമ്മിൽ നിനക്ക് എന്താ പ്രശ്നം? സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. ഒന്നും ചെയ്തില്ലെന്നോ? നോക്കടാ, നോക്ക്, ഇതൊക്കെ എന്താ? മര്യാദയ്ക്ക് സത്യം പറ, അല്ലെങ്കിൽ ചവിട്ടി കൂട്ടും ഞാൻ. ഞാനൊന്ന് തന്നാലേ നിന്റെ ആത്മാവ് പുറത്തു വരും. പറടാ. എല്ലാം പറയാൻ സാറേ. എനിക്ക് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. നൈതികും രുചിയും എൻ്റെ നാട്ടുകാരാ. അവർ കല്യാണം കഴിഞ്ഞ ഉടനെ സിറ്റിയിലേക്ക് വന്നു. എന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നൈതിക് അയാളുടെ സ്ഥലം വിൽക്കുകയാണെന്ന്. അപ്പം അയാളുടെ കയ്യിൽ പൈസ വരും. എന്നിട്ട് അയാളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഫോട്ടോസ് എടുത്തിട്ട് മോഫ് ചെയ്തു. എന്നിട്ട് ന്യൂഡ് ഉണ്ടാക്കി. ഹലോ ചക്കരെ, നിന്റെ ഫോണൊന്ന് ചെക്ക് ചെയ്യടി. ഇതെല്ലാം എന്റെ സോഷ്യൽ മീഡിയയിലെ ഫോട്ടോസാ. ഇത് വെച്ച് താൻ എന്താ ചെയ്തേ? താൻ ആരാ? ഇത് നിനക്കറിയാം ഇത് മോഫ് ഫോട്ടോസ് ആണെന്ന്. എനിക്കും അറിയാം. പക്ഷെ പബ്ലിക് ഫോട്ടോസ് കണ്ടിട്ട് സൂഹിക്കില്ലേ? അപ്പൊ ജനങ്ങൾ ഇനി നിന്റെ ഭാര്യയെ ഈ ഒരു രീതി കാണുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നോക്കുന്നത് ഇനി ജനങ്ങളാ, നിന്റെ ഈ മാദക ശരീരത്തിലേക്ക്. നിനക്കും നിന്റെ ഭർത്താവിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാവും. ഇന്റർനെറ്റ് മുഴുവനും നിന്റെ ഫോട്ടോസ് വൈറലായിരിക്കും. നിങ്ങൾ ലോകത്തെവിടെ പോയാലും ജനങ്ങളുടെ കണ്ണിൽ നിങ്ങളൊരു വിരുന്നായിരിക്കും. പറ, വൈറലാക്കട്ടെ? നോക്ക്, നിനക്ക് എന്ത് വേണമെന്ന് പറ. എന്ത് വേണമെന്ന് പറയാൻ ഞാൻ തരാൻ തയ്യാറാ. പക്ഷേ ഈ ഫോട്ടോ വൈറലാക്കരുത്. ഞങ്ങളുടെ ജീവിതം ഇല്ലാതെ ആവും. 20 ലക്ഷം 20 ലക്ഷം രൂപ നിങ്ങൾ റെഡിയാക്കിക്കോ. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. പിന്നെ തൻ്റെ ഭാര്യയെ തനിച്ചയച്ചാൽ മതി. ഹലോ, പൈസ കൊണ്ടുവന്നോ? ആ, മുഴുവൻ പൈസയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ പറഞ്ഞ ലൊക്കേഷനിൽ ഞാൻ വന്ന് നിപ്പുണ്ട്. അവിടെ താഴെ തന്നെ ബാഗ് വെച്ചിട്ട് മിണ്ടാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടോ. അവര് നിനക്ക് കാശ് തന്നിട്ടും നീ എന്തിനാ ഫോട്ടോസ് വൈറലാക്കിയേ? സാറേ, എനിക്ക് പേടിയുണ്ടായിരുന്നു അവർ പോലീസിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് നെറ്റ് കഫേയിൽ പോയിട്ട് വൈറലാക്കിയ ഇതാർക്കും മനസ്സിലാവില്ലല്ലോ. പിന്നെ രണ്ടുപേരും സൂയിസൈഡ് ചെയ്തോളും. അതോടെ കേസും തീരും. ഇതിലൂടെ നീ ഈസി ആയിട്ട് രക്ഷപ്പെടുമെന്ന് കരുതിയല്ലേ? തെറ്റെയ്തത് ആരാണെങ്കിലും അവരൊരു ദിവസം വെളിച്ചത്തിലേക്ക് വരും. ഇവനെ അടിക്കുന്ന അടിയില് സ്വന്തം ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോലും 100 തവണ ആലോചിക്കണം. സാധാരണ മനുഷ്യനായ ലോകേഷ് പൈസയുടെ കുറവ് അല്ലെങ്കിൽ അതിനോടുള്ള ആർത്തി.
അതവനെ കുറ്റകൃത്യങ്ങളുടെ ചുഴിയിലേക്ക് തള്ളി താഴ്ത്തി. ഇത് കാരണം എത്രയെത്ര ജീവിതങ്ങളാണ് നശിച്ചു പോയത്. സോഷ്യൽ മീഡിയ ഒരുതരം തുറന്ന പ്ലാറ്റ്ഫോമാണ്. അത് നമ്മുടെ സൗകര്യത്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്ര ദൂരെയാണെങ്കിലും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കും. പലരുടെയും ജീവിതങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കും. പക്ഷെ ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇടുന്നത് അപകടത്തിന് വഴിയൊരുക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ആ ഫോട്ടോ ദുരുപയോഗപ്പെടുത്തി നമ്മളെ എങ്ങനെ വേണമെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കും. നൈതികിന്റെയും രുചിയുടെയും ഫോട്ടോ ലോകേഷ് പണം കിട്ടിയതിനു ശേഷവും വൈറലാക്കി. അത് കാരണം രണ്ടുപേർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ, എപ്പോൾ ഏത് ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിലും സെറ്റിംഗ്സിൽ പോയി അത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിന് മാത്രമല്ലാതെ മറ്റാരും കാണുന്ന രീതിയിലാക്കരുത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. നമസ്കാരം.